ഇന്ന് മെയ് 1 മെയ് 4 ഇനി വെറും ഒരു 2 ദിവസത്തിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനവിധി അറിയാൻ കേരളം കാത്തിരിക്കുകയാണ് എന്നറിയാം. പക്ഷേ കേരളത്തിൽ മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേകൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയ ഏജൻസികൾ പോലും ഇത്തവണ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് കേരളത്തിൽ പറയുന്നത്. ടുഡേയ്സ് ചാണക്യ പോലെയുള്ള ഏജൻസികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ പ്രവചിക്കുമ്പോൾ അത് LDF, UDF മുന്നണികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. മിക്ക എക്സിറ്റ് പോളുകളും BJP വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നേതാക്കന്മാർ വലിയ പ്രതീക്ഷ ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് ഹുസൈൻ ചേരുകയാണ്. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. 29-ാം തീയതി എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നു. അതിലെല്ലാം UDFന് മുൻതൂക്കം നൽകുന്ന പ്രവചനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം വന്നത്. ടുഡേയ്സ് ചാണക്യ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പ്രവചനം നടത്തുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിൽ അതിശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, LDFോ UDFോ വരുമെന്ന് പറയുന്നില്ല. ഇതോടുകൂടി എങ്ങനെയാണ് LDF, UDF, NTA ക്യാമ്പുകളുടെ ഒരു അവസ്ഥ? എന്ന് പറയത്തില്ലേ ദിവ്യ, അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതാണ് വസ്തുത. രണ്ട് മുന്നണികളും ഒരേപോലെ തന്നെ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തിന് ഒരു കുറവ് രണ്ടുപേരും നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്നുള്ളൊരു പ്രവചനത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്താണ് നടന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ടുഡേയ്സ് ചാണക്യ അവരുടെ ഈ സീറ്റ് പ്രൊജക്ഷൻ അത് കഴിഞ്ഞ തവണയെല്ലാം ആക്യുറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ തവണ 99-നും 111-നും ഇടയിൽ സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടും എന്ന് പ്രവചിച്ചതാണ് അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രവചനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ ഇന്നലെ വന്ന അവരുടെ ആ പ്രൊജക്ഷൻ, സീറ്റ് പ്രൊജക്ഷനകത്ത് ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന കഴിഞ്ഞ സർവേകൾ, അതായത് എക്സിറ്റ് പോൾ സർവേകളിൽ ഏതെങ്കിലും ഒന്നിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ പുറത്തു വന്ന ടുഡേയ്സ് ചാണക്യയുടെ ആ സർവേയിലാണ് അത് പറയുന്നത്. 64 മുതൽ 73 വരെ സീറ്റ് ഇടതുമുന്നണിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട്. UDFനും സമാനമായ രീതിയിൽ 78 വരെ സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അതിൽ BJPക്ക് 11 സീറ്റ് വരെ പ്രവചിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 7 മുതൽ 11 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രവചനവും നടത്തുന്നുണ്ട്. ഈ പ്രവചനം അത് നടപ്പാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നടക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതകൾ പോലും ഉയർന്നു വന്നേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവ് പങ്കുവെക്കുന്നില്ല. 85 സീറ്റിന് മുകളിൽ കിട്ടി അധികാരത്തിൽ വരും എന്ന വലിയ പ്രതീക്ഷ UDF ക്യാമ്പ് ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. ആദ്യം 100 സീറ്റൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് 85-ലേക്ക്, ലീഗ് ആദ്യം മുതൽ 85 പറയുന്നത്, പിന്നീട് 85-ലേക്കൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും എത്തിച്ചേരുന്നുണ്ട്. ഇടതുമുന്നണിയാണെന്നുണ്ടെങ്കിൽ 75 മുതൽ 83 വരെയുള്ള സീറ്റിൽ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM പങ്കുവെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് നേതാക്കന്മാർ പോലും അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം അത്രയും ആത്മവിശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ പോലും, ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി ആ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ രണ്ട് മുന്നണികൾക്കും ഒരേപോലെ തന്നെ ആത്മവിശ്വാസമുണ്ട്. BJPയുടെ കാര്യമാണെങ്കിൽ BJPക്ക് പല എക്സിറ്റ് പോളുകളും സീറ്റ് വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രവചനം നടത്തുമ്പോഴും നേതാക്കന്മാർ കാര്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അവരും ചില സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേമത്തും കഴക്കൂട്ടത്തും മഞ്ചേശ്വരത്തും ഒക്കെ കിട്ടും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ ദിവ്യ. അത് എങ്ങനെ പോകും, എന്തായിരിക്കും അത് എന്നുള്ളത് കേരള രാഷ്ട്രീയം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ആ ദിവസം ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം എന്ന് തോന്നുന്നു.